sorry to you about your loss. It really is such a tragedy, isn't it? Mr. Syriac, what time is the cremation? We are still waiting for her elder son. Is that him? Yeah, that's him. Adam. ഉണ്ണി, ഞാനിവിടെ ലിവിംഗ് റൂമിൽ കിടന്നോളാം. എനിക്കതാ കംഫർട്ടബിൾ. അയ്യോ, ആ റൂമിലെ ഹീറ്ററൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ രാത്രി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പോഴത്തെ ഈ തണുപ്പൊന്നും ആയിരിക്കില്ലേ ചായ? അമ്മയുടെ ഇളയുടെ റൂമാ. നന്നായി പാടുമായിരുന്നു ഇള. ചേർച്ച് ക്വയറിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു. ശരിക്കും എന്താണ് ഇവിടെ ഉണ്ടായത്? ഇങ്ങനൊക്കെ ചെയ്യാൻ മാത്രം നമ്മളോട് ആർക്കാ ഇത്രയും വിരോധം? ഇല്ല, എനിക്കറിയില്ല ചായ. എൻ്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഓഫീസിലും മറ്റുണ്ടായിട്ടുള്ള ചില പെറ്റി ഇഷ്യൂസ് വെച്ചാൽ എനിക്കും ശ്വേതയ്ക്കും ഇവിടെ ആരായിട്ടും അങ്ങനെ ഒരു ക്ലാഷും ഇല്ല. എനിക്ക് ചെറിയൊരു തലവേദന, ഞാൻ പോയി കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. മകുടം ഘോഷമിറങ്ങുന്നു, മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം. ഇതെന്താ തീരാത്തെ? കുറെ നേരമായല്ലോ. ഇതാ ഞാൻ ഈ നസ്രാണികളുടെ കല്യാണത്തിന് വരാത്തെ. ഇങ്ങനെ നിർത്തി വെറുപ്പിച്ച് കളയും. അതൊക്കെ നമ്മുടെ കല്യാണം. അങ്ങോട്ട് ചെല്ലുക, താലി എടുത്ത് കെട്ടുക, മാല ഇടുക, പെണ്ണിനെ വിളിച്ചോണ്ട് 3 റൗണ്ട് ഓടുക. ഫിനിഷ്. പക്ഷെ അവിടെ തീർന്നില്ലേ? പിന്നെ ഫുൾ പച്ചക്കറി അല്ലേ? കാളനും ഓലനും അവിയലും സാമ്പാറും. ഇവിടെ അങ്ങനെ വല്ലതും ആണോ? ഇന്ന് പൊളിക്കല്ലേ നമ്മള്? എന്റെ അളിയ, അത് ഓർക്കുമ്പോഴേ ഈ വെയിറ്റിങ്ങിനൊക്കെ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നു.
ആഹാ എല്ലാരും ഉണ്ടല്ലോ. ആ നിങ്ങളൊക്കെ ഒറ്റയ്ക്കേ ഉള്ളോ? നിന്റെ ഒന്നും കെട്ടിയമാരും പിള്ളേരൊന്നും വന്നില്ലേ? അല്ല പൂത്ത, നിനക്കിതൊന്നും വേണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ നീ മാത്രമാണ് ഇങ്ങനെ പെരനിറഞ്ഞ് നിൽക്കുന്നേ. അതിന് ഇവനെവിടെ സമയം? ഇവനങ്ങ് കിഴക്കൻ മലയിൽ ഏതോ തോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ. ന്യൂ ജനറേഷൻ ആദം. അതെ, തോട്ടം ഫുള്ള് സെറ്റപ്പ് ആയിട്ടേ മച്ചാൻ കെട്ടത്തുള്ളൂ. അതൊക്കെ ഇവന്റെ അനിയൻ ഉണ്ണി വയസ്സ് 22 തികയും മുമ്പ് കൂടെ പഠിച്ചൊരു പെങ്കൊച്ചിനെയും കെട്ടി ദേ ഇപ്പൊ യൂറോപ്പിൽ സെറ്റിൽ ആയിരിക്കുക. ഇവൻ ആ തോട്ടത്തിലെ ആട്ടാടയും കൊണ്ട് ഇപ്പോഴും നടക്കുക. നിന്റെയൊക്കെ ലോകം ഇവിടെ ഫോർട്ട് കൊച്ചിക്ക് ഓബ്രോൺ മോളിന് ഇടയ്ക്കല്ലേ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം എന്റെ തോട്ടത്തിലോട്ട് വാടാ. അപ്പൊ പറയും സാക്ഷാൽ ഏതൻ തോട്ടം അതിന്റെ മുമ്പിൽ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് വിലയാടാ? ഒരു ഷർട്ട് 2000 രൂപയോ? 5 ഫുള്ളിന്റെ പൈസ. അതിന് നീ അല്ലല്ലോ കാശ് കൊടുത്തത്. നീ പൈസ കൊടുത്താലും 5 ഫുള്ള് പോയില്ലേ? 5 ഫുൾ എന്ന് പറഞ്ഞാൽ 62 പെഗ്. നിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിന്റെ മുക്കാലും ഞാൻ അടിച്ചു തീർക്കണ്ട, അറിയോ? നമുക്ക് തിരിച്ചോട്ട് കൊടുക്കടാ. നീ ഇങ്ങോട്ട് വന്നേ. 62 പെഗ്. കേറ്. ഡാഡി ഇതിനകത്ത് തലയിൽ ചവിട്ടാൻ പറ്റുമോ? പ്ലീസ്. ഡാഡി വാ. എന്തൊരു മനുഷ്യനാണോ പുള്ളി? കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കുടുംബത്തിൽ ഇതുപോലെ അമ്മാവൻ വേണം കണ്ടു പഠിക്കാൻ. ആട്ടിയാട്ടിയുള്ള നടപ്പ് കണ്ടോടാ നീ. ഡാഡി ഡാഡി പറയുന്നേക്ക് ഈ കണ്ടീഷനിൽ എന്തിനു വണ്ടി എടുക്കണ്ട, നമുക്കൊരു ഓട്ടോയ്ക്ക് പോവാം, എന്നിട്ട് നാളെ വന്നത് എടുക്കാം. What condition? I am absolutely fine. ഡാഡി വണ്ടി കേറ്. ഞാൻ- വണ്ടി കേറ്. ഡാഡി ഡാഡി വാ പെട്ടെന്ന് റൂമിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ആവാം. എടാ നിനക്ക് ആ പെങ്കോ ചെയ്താന്ന് മനസ്സിലായോ? ഇല്ല. ആ കുട്ടിയാടാ ഇന്നലെ ജേക്കബിന്റെ വെഡിങ്ങിന് കൊയറ് പാടിയത്. അല്ല ഏതാ പുറകില്? ഡാഡി സ്ലോലി. I know. ഡാഡി പയ്യെ പോയാ മതി. നോക്കി, നോക്കി ഡാഡി. അല്ലയാ പോക്ക് കണ്ടിട്ട് വശപ്പശക. സ്ലോലി, സ്ലോ സ്ലോ. I know. ബ്രേക്ക് പോയില്ല. ഡാഡി വരുമ്പോ ഇത് സ്ട്രൈറ്റ് ആയിരുന്നു, വളവൊന്നും അപ്പൊ ഇല്ലായിരുന്നു. ഇപ്പൊ ശരിയാക്കി തരാം. ആരാ അത്? ബാറ്ററി ഡൗൺ ആയതാണ്. നീ ഇതോടെ പോവാ. ഒരു മിനിറ്റ്. ഇപ്പൊ ശരിയാവും, നോക്കിക്കോ. ചേട്ടാ ബാക്കില് വണ്ടികളൊക്കെ ബ്ലോക്കാ. ഇതൊന്നും എടുത്ത് മാറ്റിയിരുന്നേ എല്ലാവർക്കും പോയായിരുന്നു. ഒന്ന് സഹകരിക്കണ്ട അനിയ. പോയിട്ട് ആരുടെ ശവോടൊക്കെ ഒന്നും നടത്താനില്ലല്ലോ. പയ്യപ്പോ താൻ ഡ്രൈവ് ചെയ്യില്ലേ? ഇല്ല. ചേട്ടാ വന്നേ പറയാം. ചേട്ടാ കേറിക്കോ. എന്താ കേറിക്കോ. എന്താ കേറി ചേട്ടാ. ഇരിക്കെ പറയാം. നീ വണ്ടി എടുക്ക. ഞാൻ താഴെ കൊണ്ടാക്കാം. എന്ത് പരിപാടി എനിക്ക് മനസ്സിലായില്ല. ഇതൊന്ന് തട്ടിക്കൊണ്ടു പോവല്ലോ. അതോ കുണ്ടായിച്ചോ? മോളെ 100 വിളിക്ക്. പോലീസ്. നീ ആരടാ? എന്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെ പിടിച്ച് പുറകിലിട്ട് നീ ആരടാ? പറയടാ. ഡാഡി പ്ലീസ് കീപ് ക്വയറ്റ്. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. തനിക്ക് എന്നെ മനസ്സിലായോ? നമ്മള് ഇന്നലെ പള്ളിയിൽ വെച്ച്. മനസ്സിലായി. എങ്ങോട്ടാ? ഫോർട്ട് കൊച്ചി. ആ അത് കൊള്ളാലോ. ഞങ്ങളും അങ്ങോട്ടാ. അവിടെ ബ്രിസ്റ്റോ ലൈറ്റ് ഹൗസിലാ താമസം. അപ്പൊ പ്രശ്നമില്ല,
ഞാൻ കൊണ്ടാക്കാം വീട് വരെ. ഏയ് അതൊന്നും വേണ്ട, താഴെ വിട്ടാൽ മതി, ഞങ്ങൾ ഓട്ടോയ്ക്ക് പൊക്കോളാം. ഈ പരുവത്തില് പുള്ളിക്കാരനെ കൊണ്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരു ഓട്ടോയിൽ പോകുന്നേക്കാൾ നല്ലതല്ലേ ഞാൻ കൊണ്ടാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ദിവസത്തെ പരിചയമില്ല. നീ ഈ വണ്ടിയെ ഫോളോ ചെയ്യും. ഞാനിവിടെ ഉണ്ട് പറയില്ലേ. ഡാഡി എന്ത് ചെയ്യുന്നു? You know, I am a sailor, കപ്പിത്താൻ. കാറ്റും കോളും പേമാരിയും വകവയ്ക്കാതെ മഹാസമുദ്രങ്ങളുടെ കപ്പൽ ഓടിച്ചിരുന്ന ഒരു നാവികനായിരുന്നു ഞാൻ. ആ എന്നെയാ നീ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പൊ ഇറക്കി വിട്ടത്. You will regret. You must regret. ക്യാപ്റ്റൻ ആയിരുന്നോ? യു മീൻ ലൈക്ക് ഇൻ മെർച്ചന്റ് നേവി? വെറുതെ പറയുക. കുറച്ചു നാൾ മുമ്പ് വരെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. ഇപ്പൊ അതും പൂട്ടി. ഒരു പണിക്കും പോവാതെ വെറുതെ വീട്ടിലിരിക്കോ? ഈ റൈറ്റ് സൈഡിലെ വീടാ. ഓക്കെ. ഡാഡി ഇനി ഞാൻ ഓടിക്കാം. ഞാൻ പിടിക്കാം. I'm all right. I'm all right. അല്ല Okay. All right. ഒരുപാട് ബുദ്ധിമുട്ടിച്ചെന്നറിയാം. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സെഞ്ചുറിയിലെ സ്കോട്ടിഷ് കാറ്റൽ ഹൗസ്. ഇപ്പോൾ ഒരു ഹണിമൂൺ കോട്ടേജ്. അടുത്ത ഒരാഴ്ചത്തേക്ക് മിസ്റ്റർ ആൻഡ് മിസ്സിസ് പോത്തിന് സ്വന്തം. എങ്ങനെ ഉണ്ടടാ സിറേക്കിന്റെ വെഡിങ് ഗിഫ്റ്റ്? ഹലോ, അകത്ത് റൂമുണ്ട്. Excuse me. All blue for 100. Oh, sure. എമി, ഞങ്ങള് പുറത്താ. എന്തു പറ്റി? എമി, എന്താ എമി, എന്തു പറ്റി? പറയാം. ആ ഡോർ അടയ്ക്ക്. അന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറെ കൊല്ലത്തേക്ക് നമുക്കിടെ നമ്മൾ മാത്രം മതി, വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വേണ്ടാന്ന്. പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ലേ ചായ? ഞാൻ പ്രഗ്നന്റാ. ശരിക്കും? അല്ല, നമ്മളിപ്പോ ഏതായാലും അടുത്ത ആഴ്ച നമ്മൾ നാട്ടിലേക്ക് പോവാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഇതിവിടെ ആരോടും പറയണ്ട. അയ്യോ, എന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കണ്ട്
നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിച്ചതേ അമ്മയും ശ്വേതയും കൂടാ. എന്നിട്ട് അവരിത് അറിഞ്ഞോ? അറിയാതെ പിന്നെ? നീ ഒന്ന് ചുമ്മാതിരിക്കട, ഇവിടെ മനുഷ്യൻ. മോനെ, നീ നാട്ടിൽ പോകുമ്പം ഭരണങ്ങാന പള്ളിയിൽ പോയി മറക്കാതെ ഇവളുടെ പേരിലൊരു പാട്ടുകുർബാന ചൊല്ലിച്ചേക്കണം. എന്റെ നേർച്ച അത്. ഓ, പോയിക്കോളാം. ഞങ്ങള് ഒരുമിച്ച് പോയി ചൊല്ലിച്ചോളാം. അതിന് ഇവളെങ്ങനെയാടാ ഈ സ്റ്റേജിൽ നിന്റെ കൂടെ നാട്ടിൽ വരുന്നേ? ഷീ കാൻ ട്രാവൽ നൗ. അതറിയില്ലേ? അല്ല, ഞങ്ങളതിന് ഇതിപ്പോ വേണോന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അതെന്താ, അങ്ങനെ വല്ല നിയമമുണ്ടോ 6 മാസം അവധി പ്രഗ്നന്റ് ആവാൻ പാടില്ലെന്ന്? അയ്യോ എന്റെ അമ്മച്ചി, അതല്ല, ഞങ്ങള് അങ്ങോട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല. അതിന് നീ എന്തിനാടാ പ്രിപ്പയർഡ് ആവുന്നേ? അവളായിക്കോളും. ഞാൻ പറഞ്ഞു വരുന്ന എന്ത് കുഞ്ഞെ, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഇവിടെ ഓരോരുത്തർ കെട്ട് കഴിഞ്ഞ് കൊല്ലം 5 ആയിട്ടും ഇപ്പോഴും നോമ്പും പ്രാർത്ഥനയായിട്ട് നടക്കുക. അപ്പോഴവൻ അല്ലേലും എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചായിരിക്കും. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അമ്മയല്ലേ ഈ കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ. ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ആണല്ലോ, എങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ തീരുമാനം. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിൽ എന്റെ മോൻ ഒരു കാര്യം കൂടി സമ്മതിക്കണം. ഡെലിവറി നമുക്ക് എവിടെ വെച്ച് മതി. അല്ല, അത് എനിക്ക് ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേക്ക് നീ. എന്തായാലും എമിക്കിനി 3-4 മാസത്തേക്ക് ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണേലും അവിടത്തേക്കാൾ മച്ച് ബെറ്റർ കെയറും കിട്ടും. നിനക്ക് ഇവിടെ നിൽക്കാമല്ലോ. ഓ, അതൊന്നും നടക്കുകയല്ല അമ്മച്ചി. ഇപ്പൊ തന്നെ ആ പാപ്പി അവിടെ എല്ലാം കുളമാക്കി വെച്ചേക്കുക. അടുത്ത ആഴ്ചയിൽ ഞാൻ ചെന്നില്ലേ, പണിക്കാരവിടെ സമരം തുടങ്ങും. അത്രയ്ക്ക് മോശമാണ് കണ്ടീഷൻ. ഏതായാലും 4 മാസം ഇവളോട് നിന്നല്ലേ പറ്റൂ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ബാക്കിയൊക്കെ നമുക്കപ്പം തീരുമാനിക്കാം. എടോ, നമ്മളങ്ങോട്ട് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വേണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാരമില്ല, എല്ലാരും വലിയ സന്തോഷത്തിലാ. ഞാനായിട്ടത് കളയുന്നില്ല. ആ, എന്താടാ? ഇച്ചായന് നാളെ എത്ര മണിക്കാ ഫ്ലൈറ്റ്? ആഹാ, നീ മറന്നോ? എടാ, ഞാൻ നാളെ രാത്രി കയറും. യാത്ര ആ സെയിം ഫ്ലൈറ്റിൽ ഇന്നത്തേക്കാക്കാൻ പറ്റുമോ? എന്താടാ, എന്താ ഉണ്ടായ? എമിയെ അല്പം മുമ്പ് ഹോസ്പിറ്റലാക്കി. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇച്ചായനോട് ഹലോ, എടാ ഉണ്ണി, ഹലോ.
ഉണ്ണി ഉണ്ണി ദാ എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ കാര്യം എങ്ങനാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനെയാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നെടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്. അവളെ അവർക്ക് കൊടുക്കാൻ എനിക്കങ്ങനെ ഏറെയൊന്നും ആലോചിക്കാനില്ലായിരുന്നു. നാട്ടിലെത്തി പിറ്റേന്ന് തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ചെൻ്റെ സമ്മതം അറിയിച്ചു. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എമിയുടെ ജീവനെടുത്ത് വന്ന ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിരുന്നു എനിക്ക് ആ കുഞ്ഞ്. പക്ഷെ ഇന്ന് ചെയ്തു പോയ വലിയ തെറ്റിനെ ഓർത്ത് ഞാൻ എന്നോട് തന്നെ ഓരോ ദിവസവും കുമ്പസരിക്കുക. ശ്രീക്ക് ഉള്ളിൽ ആ കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന് പോലും എനിക്കിവിടെ ആരോടും ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കറിയണം അവൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നെങ്കിലും.